ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ റിയാസ് അലി, മൗലാന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയം പൊതുജനങ്ങളിൽ വളരെ എല്ലാവർക്കും ഒരുവിധം ഇന്ന് അറിയുന്ന ഒരു സംഭവമാണ്. പണ്ടൊക്കെ നമ്മൾ ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സ എന്നൊക്കെ വിളിച്ചിരുന്ന ചികിത്സ എന്താണെന്ന് വളരെ ലളിതമായിട്ട് എങ്ങനെ പറയാമെന്നുള്ളത് നോക്കാം. അപ്പോൾ പണ്ട് നമ്മൾ ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സ എന്നാണ് ഇതിന് തുടക്കത്തിലൊക്കെ വിളിച്ചിരുന്നത്. പിന്നീടത് നമ്മൾ IVF ചികിത്സ, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ, അതായത് ICSI ട്രീറ്റ്മെൻറ്റ് അഥവാ നമ്മൾ IMSI, അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ അഡ്വാൻസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇതിൽ സംഭവം എല്ലാം സെയിം തന്നെയാണ് ഓവറോൾ. അപ്പോൾ ഇതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എഗ്ഗും സ്പേമും, അണ്ടവും ബീജവും യോജിപ്പിച്ച് ഒരു ഭ്രൂണമാക്കി മാറ്റുന്നു. ഇതാണ് ഈ പ്രോസസ്സിലെല്ലാം ചെയ്യുന്നത്. പുതിയ പുതിയ മൈക്രോസ്കോപ്പ് കണ്ടുപിടിക്കുന്നതിനനുസരിച്ചൊക്കെയുള്ള അഡ്വാൻസ്മെൻറ്റ് വന്നതാണ് ഇതിൻ്റെ ഓരോ പുതിയ പുതിയ നാമങ്ങൾ. ലളിതമായിട്ട് നമുക്ക് ഇതിനെല്ലാം ICSI അല്ലെങ്കിൽ IVF ചികിത്സ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ICSI എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫോമാണ്, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. IVF എന്ന് പറഞ്ഞാൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ഇൻവിട്രോ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് വെച്ചിട്ടാണ്, നമ്മൾ സാധാരണ ശരീരത്തിനുള്ളിൽ വെച്ച് നടക്കുന്ന ഈ അണ്ടവും ബീജവും യോജിക്കുന്നത് പുറത്ത് വെച്ച് ഒരു നമ്മളെ ലബോറട്ടറിയിൽ വെച്ച് സംഭവിക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രം. IVF ചികിത്സ അല്ലെങ്കിൽ ഈ ICSI ചികിത്സ എങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്? അപ്പോൾ ആദ്യമായിട്ട് തന്നെ പേഷ്യൻ്റ് സെലക്ഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ IVF ചികിത്സ ആവശ്യമില്ല. ചിലർക്ക് മരുന്നിൽ തന്നെ ചികിത്സയിലാവുന്നു, ചിലർക്ക് IUI പോലെയുള്ള ചികിത്സയിലാവുന്നു, ചിലർക്ക് ലാപ്രോസ്കോപ്പി ആയിരിക്കും അവർക്ക് ചെയ്യേണ്ടത്. അതായത് നമ്മളൊരു ക്യാമറയിലൂടെ ഗർഭപാത്രത്തിൻ്റെ അണ്ടാശയത്തിനെയൊക്കെ കാണുന്നു, അതിലുള്ള ഒട്ടിപ്പിടുത്തങ്ങളോ മുഴകളോ അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് പോലുള്ള അവസ്ഥകൾ നീക്കം ചെയ്യുന്നതിലൂടെ തന്നെ ഗർഭിണിയാവുന്നു. ഇതിലൊന്നും സക്സസ് ആവാത്ത ഒരു ഗണം പേഷ്യൻസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നിടത്തു നിന്നാണ് ഫസ്റ്റ് IVFൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പേഷ്യൻറ്റിനെ സെലക്ട് ചെയ്താൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമുക്കറിയാം ഇപ്പോൾ ഒരു IVFൻ്റെ വിജയത്തിന് ആവശ്യമായിട്ടുള്ളത്. ഒന്ന്, ഒരു ക്വാളിറ്റി ഉള്ള അണ്ടം, അതേപോലെ തന്നെ ഒരു ക്വാളിറ്റി ഉള്ള സ്പേം. അത് എത്രത്തോളം അണ്ടവും സ്പേമും കിട്ടുന്നു അത്രത്തോളം ഇതിൻ്റെ വിജയസാധ്യതയും കൂടുന്നു. ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഈ അണ്ടം എടുക്കുന്നത്? അപ്പോൾ നമ്മൾ സാധാരണ സ്ത്രീകളിലാണ്, ഇപ്പോൾ നമ്മളൊരു 10-12 ദിവസത്തോളം ഇഞ്ചക്ഷൻ ആ സ്ത്രീക്ക്, ഒരു ഭാര്യ ഭർത്താവിലെ അപ്പോൾ ആ ഒരു സ്ത്രീക്ക് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം എത്രത്തോളം ഇഞ്ചക്ഷന് ശേഷം എത്രത്തോളം അണ്ടങ്ങളുണ്ടായി, അത് ഓരോരുത്തരുടെ ശരീരഘടനയും അവരുടെ അണ്ടാശയത്തിൻ്റെ റിസർവ്, അതായത് AMH വാല്യൂ ഒക്കെ വെച്ച് നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ എത്രത്തോളം അണ്ടങ്ങൾ കിട്ടാം, അവരുടെ ശരീരപ്രകൃതി, ജനിതക രീതി എല്ലാത്തിനെയും ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നമുക്ക് കിട്ടുന്ന അണ്ടങ്ങൾ നമ്മൾ പുറത്തെടുക്കുന്നു. അത് നമ്മളൊരു ബ്ലഡ് എടുക്കുന്നത് പോലെ തന്നെയാണ്, പക്ഷേ അതൊരു സൂചിയിലൂടെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ അത് ഒരു വേദനയുള്ള ഒരു ഇതായതുകൊണ്ട് നമ്മളതിന് മയക്കം നൽകിക്കൊണ്ടാണ് നമ്മൾ സാധാരണ ഒരു ചെറിയ ഓപ്പറേഷൻ എന്നൊന്നും പറഞ്ഞുകൂടാ, അന്ന് വൈകുന്നേരം പേഷ്യൻറ്റിന് പോകാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ അണ്ടങ്ങൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഈ അണ്ടങ്ങൾ ഇപ്പോൾ അന്ന് തന്നെ ഹസ്ബൻഡ് നമ്മൾ ബീജം കൊടുക്കുന്നു. ആ ബീജവും ഈ അണ്ടങ്ങളും തമ്മിൽ യോജിപ്പിച്ചിട്ട് നമ്മൾ ഭ്രൂണം ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ഭ്രൂണം പല രീതിയിൽ, അതായത് 3 ദിവസം പ്രായമായ ഭ്രൂണങ്ങളോ 5 ദിവസം പ്രായമായ ബ്ലാസ്റ്റോസിസ്റ്റ് പോലെയുള്ള സ്റ്റേജിൽ, പല സ്റ്റേജിൽ ഭ്രൂണത്തിൻ്റെ സ്റ്റേജുകളുണ്ട്, നമ്മൾ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അത് നിക്ഷേപിക്കുന്ന രീതി ഈ അണ്ടം എടുത്ത് 3 ദിവസത്തിന് ശേഷം ഒക്കെ തന്നെ നിക്ഷേപിക്കുന്ന രീതിയുണ്ട്. അതിന് നമ്മൾ ഫ്രഷ് ട്രാൻസ്ഫർ, അല്ലെങ്കിൽ അത് ഫ്രഷായിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറയുന്നു. പിന്നെയുള്ളത് ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ വാക്കുകളൊക്കെ, ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും. അതായത് ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭ്രൂണങ്ങൾ ഇപ്പോൾ 3 ദിവസമായതോ 5 ദിവസമായതോ ഒക്കെ ഭ്രൂണങ്ങൾ നമ്മൾ തണുപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. തണുപ്പിച്ച് നമ്മൾ സൂക്ഷിക്കുന്നു. പിന്നെ നമ്മൾ ഒരു 1-2 മാസത്തിന് ശേഷം നമ്മൾ ഗർഭപാത്രത്തിൻ്റെ ഒക്കെ ഉള്ളിലെ കട്ടി, എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ്സും ഒക്കെ കറക്റ്റ് ആവുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പിന്നെ ആ ഭ്രൂണങ്ങൾ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. നോർമൽ ഒരു ഗർഭിണി ആവുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസം മരുന്നുകളിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആദ്യത്തെ ഒരു 3 മാസം വരെ, നമുക്കൊരു 10 to 12 വീക്സ് വരെ നമുക്ക് കുറച്ച് അധികം മരുന്നുകൾ സാധാരണ ഉണ്ടാവും. കാരണം നമ്മൾ ആ പ്രഗ്നൻസീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കുറച്ച് മരുന്നുകൾ അധികം ഉണ്ടാവും നോർമൽ പ്രഗ്നൻസീനെ കമ്പയർ ചെയ്യുമ്പോൾ.
അത് കഴിയുമ്പോൾ ഭൂരിഭാഗം മെഡിസിൻസ് നമ്മൾ ഒഴിവാക്കും. എന്നാലും കുറച്ച് മെഡിസിൻസൊക്കെ പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്നതാണ്. ഇനി ഇതിൻ്റെ വിജയസാധ്യത പരാജയ സാധ്യതകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതിനെ ബാധിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഘടകങ്ങളിൽ ഒന്നാണ് നമുക്ക് എത്ര അണ്ടങ്ങൾ കിട്ടുന്നു, എത്ര ബീജങ്ങൾ കിട്ടുന്നു, എണ്ണം. അത് മാത്രമല്ല അതിൻ്റെയൊക്കെ ക്വാളിറ്റിയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്ത്രീകളിൽ ഇപ്പോൾ ഒരു 40 അടുക്കുമ്പോഴോ 40 കഴിഞ്ഞാലൊക്കെ നമുക്ക് എത്ര അണ്ടങ്ങൾ കിട്ടുന്നു, അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, ഇതൊക്കെ നമ്മളെ വിജയസാധ്യതകളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ എത്ര ആണ് ഇതിൻ്റെ വിജയസാധ്യത? ഒരു 40 മുതൽ 50% അല്ലെങ്കിൽ 50 അടുപ്പിച്ചുള്ള ശതമാനങ്ങളാണ് സാധാരണയായി IVFൻ്റെ വിജയസാധ്യതയായിട്ട് നമുക്ക് പറയാനുള്ളത്. അത് ലോകത്തെമ്പാടും ഇതേ ഒരു വിജയസാധ്യത തന്നെയാണ്. പിന്നെ ഭ്രൂണമായാൽ മാത്രം പോരാ, ഈ ഭ്രൂണം ഗർഭപാത്രത്തിൽ പിടിക്കുകയും കൂടി വേണം അല്ലേ? അപ്പോൾ ഇപ്പം നമ്മൾ ഒരു ഉപമ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു വിത്ത് നമ്മളൊരു പാടത്ത് നട്ടു, വിത്തും നന്നാവണം പാടവും നന്നാവണം, പാടം ഒക്കെ കളമൊരുക്കിയിട്ടുള്ള ഒരു പാടമായിരിക്കണം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ഭ്രൂണം നന്നായിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ആ ഭ്രൂണം നിക്ഷേപിക്കുന്ന ഗർഭപാത്രത്തിൻ്റെ അവസ്ഥയും നന്നായിരിക്കുമ്പോഴാണ് ആ ഭ്രൂണം പിടിക്കുന്നതും അത് വളരുന്നതും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പിടിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും വിജയസാധ്യതയുള്ള വന്ധ്യതാ ചികിത്സാ രീതിയുമാണ് IVF അല്ലെങ്കിൽ ഇത്. അതായത് ഏകദേശം 50%-ഓളം പേഷ്യൻസിൽ ഇത് സക്സസ് ആയിട്ട് വരുന്നു. അങ്ങനെ ഇന്ന് ലോകത്ത് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഈ IVF ചികിത്സയിലൂടെ ജനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒരു അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് വന്ധ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതായി മാറി. കാരണം പണ്ടത്തെ അപേക്ഷിച്ച് ആൾക്കാർ കല്യാണവും അതേപോലെ ഗർഭിണിയാവുന്നതൊക്കെ നീട്ടിവെക്കുകയാണ് അവരുടെ കരിയർ സാധ്യതകൾക്കും അവരുടെ പഠനങ്ങൾക്കൊക്കെ വേണ്ടി. ഇപ്പോൾ പ്രായം കൂടുന്നതിനനുസരിച്ച് ഗർഭിണിയാവാനുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ അവർക്കുള്ള ഏറ്റവും വലിയൊരു ഹോപ്പ്, ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ IVF ചികിത്സ അല്ലെങ്കിൽ ICSI ചികിത്സ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമസ്കാരം.